നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്തായാലും ഉണ്ടാവും. അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചെറിയ ഗിഫ്റ്റ് ആട്ടോ അത്. സോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാറ്റിൻ റിബൺ എടുത്തിട്ടുള്ളത്. അതിനെ നമ്മളിങ്ങനെ ഈ ഒരു കാർഡ് എടുക്കുക, അതിൻ്റെ ലെങ്ത്തിൽ കട്ട് ചെയ്യുക, അതിന് രണ്ട് എൻഡും ഒന്ന് ബേൺ ചെയ്ത് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ട് എന്താ പറയുക കോർണേഴ്സും തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. അത് നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ 15 പെറ്റൽസ് വേണം. അതായത് 15 ഇതേപോലത്തെ ട്രയാങ്കിൾസിനെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം അതിനെ റോൾ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ബീഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണൽ ആണ്. എനിക്കത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഭംഗി തോന്നി. അപ്പം ഞാൻ വൈറ്റ് കളറിലെ ബീഡാട്ടോ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും, അത് ഒന്നും കൂടി ഭംഗി കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ആൻഡ് നമുക്കിത് ബൊക്കറ്റ് ആയിട്ട് ആക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബൊക്കറ്റ് ഷീറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 15 റുപ്പീസ് തോന്നുന്നു ഒരു ഷീറ്റിന് വരുന്നത്. ഇതൊരു ഷീറ്റ് അല്ല കേട്ടോ, ഒരു ഷീറ്റിനെ നമുക്ക് 4 പാർട്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. അപ്പം അതെടുത്തിട്ട് ഈ ഒരു പാറ്റേണിൽ റാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഹാമ്പർ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ബൊക്കറ്റ് ഈ ഒരു രീതിയിൽ റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 4 എണ്ണമാണ് ആ സെയിം ഇതിൽ എടുത്തിട്ടുള്ളത്. അതിന്റെ താഴെ ഭാഗം കൂടി കവർ ചെയ്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് കാണാതിരിക്കാൻ വേണ്ടി റിബൺ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷന് സ്പെഷ്യൽ പേഴ്സൺ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ മറക്കണ്ട. ടാറ്റ ബൈ ബൈ, സീ യു.